പ്ലസ് ടു കഴിഞ്ഞിട്ട് ഏത് ഫീൽഡിലേക്ക് തിരിയണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ ഒരുപാട് എൻട്രൻസ് എക്സാമുകൾ വെച്ച് കാണിക്കാറുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് CUET-യും കീമും. എന്താണ് CUET, എന്താണ് കീം, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ത്? CUET-യും കീമും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? നിങ്ങളൊരു പ്ലസ് ടു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട രണ്ട് എൻട്രൻസ് എക്സാമുകളാണ് CUET-യും അതേപോലെ തന്നെ കീമും. ഒന്നാമത്തത് CUET എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റാണ്. കീം എന്ന് പറഞ്ഞാൽ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ എന്ന് പറയുന്ന അതാണ് അതിൻ്റെ ഫുൾ ഫോം. അതിന് അതായത് കേരളത്തിലെ എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ എന്ന് പറഞ്ഞാൽ പാരാമെഡിക്കൽ പോലത്തെ കോഴ്സുകളിലേക്ക്, അതേപോലെ തന്നെ ആർക്കിടെക്റ്റ് എന്ന് പറഞ്ഞാൽ എക്സാം നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല, അത് ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ളതാണിത്. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്റ്റ്, മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കുള്ള അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നോക്കും, CUET-യും കീമും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് CUET എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഇത് രണ്ടും എഴുതാൻ പറ്റുക പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കാണ് കേട്ടോ. പ്ലസ് ടു പാസ്സായ ആൾക്കാർക്കാണ് ഇത് എഴുതാൻ പറ്റുക. ഓക്കെ, നിങ്ങൾക്ക് എക്സാം എഴുതാം, എന്നിട്ടായിരിക്കും നിങ്ങളുടെ പലതിൻ്റെയും റിസൾട്ട് പ്ലസ് ടു റിസൾട്ടൊക്കെ വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് CUET കീമുമായി അഡ്മിഷൻ നേടണമെങ്കിൽ നിങ്ങൾ പ്ലസ് ടു പാസ്സായിരിക്കണം എന്നുള്ളതാണ്. വേറെയും ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ CUET മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് UG അഡ്മിഷന് വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള സബ്ജക്റ്റിൽ ഡിഗ്രി കോഴ്സിൽ അഡ്മിഷൻ നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് CUET എക്സാം എഴുതിക്കൊണ്ട് നിങ്ങളുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റി കോളേജുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാം. JNU, DU, ജാമിയ മില്ലിയ, പിന്നെ അതേപോലെ തന്നെ കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി, അങ്ങനെ ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഇവിടേക്കൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ CUET വഴിയാണ് നടക്കുന്നത്. അതായത് ഡിഗ്രി അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് എൻട്രൻസ് എക്സാം ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ളത് CUET ആണ്. CUET ഒരു നാഷണൽ വൈഡ് എക്സാമാണ്. അതായത് ഇന്ത്യയിലുള്ള ആർക്ക് വേണമെങ്കിലും CUET എക്സാം എഴുതാം. ഓക്കെ, കണ്ടക്ട് ചെയ്യുന്നത് NTA ആണ്. ഓക്കെ, NTA ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ CUET ഒരു നാഷണൽ വൈഡ് എക്സാം ആണ് എന്ന് മനസ്സിലാക്കുക. ആൻഡ് CUET എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്ലസ് ടു സിലബസ് മാത്രം പഠിച്ചാൽ മതി. അതിൽ തന്നെ ഇപ്പോൾ നിങ്ങളൊരു സ്പെസിഫൈഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നോക്കുന്നുണ്ട്, ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള കോഴ്സിന് അഡ്മിഷൻ നോക്കുന്നുണ്ടെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിൽ ആ കോഴ്സിനേക്ക് അഡ്മിഷൻ നേടണമെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റുകളുടെ മാർക്കാണ്, അതായത് CUETക്ക് ഏതൊക്കെ എക്സാമാണ് എഴുതേണ്ടതെന്ന് കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന, ഇപ്പോൾ സുവോളജിയാണ് ഒരാൾ ആഗ്രഹിക്കുന്നത്, വേറൊരാൾ മാത്സ് ആണെങ്കിൽ മാത്സ് എഴുതേണ്ട ഈ കോളേജിൽ ചിലപ്പോൾ അയാൾക്ക് മാത്സിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ജനറൽ പേപ്പറിൻ്റെ മാർക്ക് വേണ്ടി വരും, മാത്സിൻ്റെ മാർക്ക് വേണ്ടി വരും, അതേപോലെ ചിലപ്പോൾ ഇംഗ്ലീഷിൻ്റെത് വേണ്ടി വരും. അപ്പോൾ ഈ മൂന്നെണ്ണം അയാൾ എഴുതിയാൽ മതി. ഓക്കെ, അങ്ങനെ ഓരോ കോളേജിലെയും കോമ്പിനേഷൻ നോക്കിയിട്ട് ആ കോളേജിലേക്ക് അഡ്മിഷൻ നേടണമെങ്കിൽ നമ്മൾ ഏതൊക്കെ എഴുതണം എന്നുള്ളത് നോക്കുക. അതിനനുസരിച്ച് ആ പേപ്പറുകളൊക്കെ നിങ്ങൾക്ക് CUETക്ക് എഴുതണം. ഓക്കെ, CUET ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. ശരിയായ ഉത്തരത്തിന് 5 മാർക്കും, തെറ്റിയിട്ടുണ്ടെങ്കിൽ -1 ഉണ്ടാവാറുള്ളത്. CUET ക്രാക്ക് ചെയ്യാൻ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. നിങ്ങൾ പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ അത്യാവശ്യം നല്ലതുപോലെ NCERT ഒക്കെ കിടിലനായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ CUET ക്രാക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാലും ഒരു ടോപ്പ് ലെവലിലേക്കൊക്കെ നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങളൊരു എക്സ്ട്രാ പ്രിപ്പറേഷൻ, അതായത് CUETക്ക് വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കേണ്ടി വരും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് CUETൻ്റെത് റെഫർ ചെയ്യേണ്ടി വരും. കുറച്ചുകൂടിയും CBSE ടൈപ്പ് ചോദ്യങ്ങളൊക്കെ നിങ്ങൾ നല്ലതുപോലെ റെഫർ ചെയ്യുകയാണെങ്കിൽ ബെറ്ററാണ്. കേരള ബോർഡിൽ നിന്ന് കുറച്ച് മാറിയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ആക്ച്വലി CUETക്ക് ചോദിക്കാറുള്ളത്. MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വലിയ റിസ്ക് ഇല്ലാതെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയ എക്സാമാണ് CUET. അപ്പോൾ ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയ ഒരു എക്സാം CUET ആണ്. അത് പ്ലസ് ടുവിന് ശേഷം എഴുതാൻ പറ്റുന്ന എൻട്രൻസുകളിൽ കേട്ടോ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് CUET എന്ന് മനസ്സിലാക്കുക. അടുത്തത് കീം നടത്തുന്നത് ഒരു നാഷണൽ വൈഡ് എക്സാം അല്ല. ആക്ച്വലി കീം കേരളത്തിൽ നടക്കുന്ന ഒരു എക്സാമാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു എക്സാമാണ്. കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ, പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് കോഴ്സിനോ അല്ലെങ്കിൽ നിങ്ങൾ പാരാമെഡിക്കൽ കോഴ്സുകൾക്കോ, അതേപോലെ ഫോറസ്റ്റ്, അതേപോലെ വെറ്റിനറി, ഇതിലേക്കൊക്കെ അഡ്മിഷനൊക്കെ നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കീമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഈ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുണ്ട് കുറേ. അപ്പോൾ അതിനൊന്നും ആക്ച്വലി കീം എക്സാം എഴുതണമെന്ന് നിർബന്ധമില്ല. അതായത് ഇപ്പോൾ MBBS, BDS ഇങ്ങനത്തെ കോഴ്സുകളിലേക്കൊക്കെ നിങ്ങൾ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കേരളത്തിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾ കീമിന് രജിസ്റ്റർ ചെയ്ത് ഇട്ടാൽ മതി, അത് എഴുതണമെന്നില്ല. പിന്നെ ആർക്കിടെക്ചറിൻ്റെതും അതേപോലെ തന്നെ കേട്ടോ. നിങ്ങൾ NAT നടത്തുന്ന ഒരു എക്സാം ഉണ്ട്, BARC. അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ട്, പക്ഷേ നിങ്ങൾ കീമിന് രജിസ്റ്റർ ചെയ്തിട്ടാൽ മാത്രമേ കേരളത്തിലുള്ള
ആർക്കിടെക്ചറൽ കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളൂ, അത് ശ്രദ്ധിക്കുക. പക്ഷേ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഒരുപാട് ഫേമസ് ആയുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. TKM കൊല്ലം, അതേപോലെ തിരുവനന്തപുരം പിന്നെ എഞ്ചിനീയറിംഗ് കോളേജ്, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ്, അപ്പോൾ ഇങ്ങനത്തെ ഫേമസ് ആയുള്ള കുറേ കോളേജുകളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കീം എക്സാം എന്തായാലും എഴുതിയിരിക്കണം. പിന്നെ അതേപോലെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് നിങ്ങൾ അഡ്മിഷൻ നേടണമെങ്കിൽ കീം എക്സാം എഴുതിയിരിക്കണം. ഇതിൻ്റെ ഒരു പ്രത്യേകത, എഞ്ചിനീയറിംഗ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കീം എക്സാമിൽ അറ്റൻഡ് ചെയ്യേണ്ടത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ്. 150 ചോദ്യം ഉണ്ടാവും, 75 മാത്സ്, ബാക്കി 75 ഫിസിക്സും കെമിസ്ട്രിയുടെ ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, ആൻഡ് വൺ മോർ തിങ്, കീമിൻ്റെ മാർക്ക് മാത്രമല്ല കീമിൻ്റെ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യാൻ തീരുമാനിക്കുന്നത്. നിങ്ങളുടെ +2 നോക്കണേ, +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് 3ൻ്റെയും മാർക്ക് കൺസിഡർ ചെയ്യും, 3ൻ്റെയും മാർക്ക്. ആൻഡ് പാരാമെഡിക്കൽ കോഴ്സായിട്ടുള്ള BPharmനൊക്കെയാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി മാത്രം എഴുതിയാൽ മതി. ഫിസിക്സ്, കെമിസ്ട്രീൻ്റെ മാർക്കാണ് അവിടെ കൺസിഡർ ചെയ്യുക. കീമിന് ചോദിക്കുന്ന സിലബസ് നിങ്ങളുടെ +1, +2 NCERT കംപ്ലീറ്റ്ലി ആണ്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിലെ +1, +2 കംപ്ലീറ്റ്ലി. അപ്പോൾ CETനേക്കാളൊക്കെ കുറച്ചുകൂടി ലെവൽ കൂടിയതാണ് കീം. ഭയങ്കര ലെവലില്ല, കുറച്ചൊന്ന് ലെവൽ കൂടും. കീമിന് നിങ്ങൾ നല്ല കോളേജിൽ അഡ്മിഷൻ, കീം എക്സാം ക്രാക്ക് ചെയ്ത് നല്ല കോളേജിൽ അഡ്മിഷൻ നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളത് മാത്രമല്ല, നിങ്ങളൊരു എക്സ്ട്രാ എഫേർട്ട് ഇതിന് വേണ്ടി നിങ്ങളുടെ ബോർഡ് എക്സാമിൻ്റെ കൂടെ കൊടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ കീം ക്രാക്ക് ചെയ്യാൻ പറ്റും. കീം അത്ര സിമ്പിളല്ല, പക്ഷേ കമ്പയർ ടു നീറ്റ് ആൻഡ് JEE ഇത് വളരെ സിമ്പിളാണ്. നീറ്റ് JEE പോലത്തെ എൻട്രൻസ് എക്സാമുകളുടെ അത്ര കാഠിന്യമേറിയതല്ല, ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു അത്യാവശ്യം മിനിമം സ്കോറിലേക്കൊക്കെ എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, +2 തരക്കേടില്ലാത്ത മാർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ സീറ്റ് കിട്ടും. പക്ഷേ അങ്ങനെ സീറ്റ് കിട്ടിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കോളേജിൽ നല്ല കോഴ്സിന് തന്നെ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല റാങ്കിലേക്ക് എത്തണം. അപ്പോൾ അതിനെന്തായാലും ഒരു എക്സ്ട്രാ എഫേർട്ട് ആവശ്യമുണ്ടാവും. അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ഇവിടേക്ക് എത്തേണ്ടത്, എങ്ങനെയാണ് തുടർന്ന് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചാനലിൽ പുതിയതാണെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെക്കുക. ബാക്കിയുള്ള കാര്യങ്ങളും വിവരങ്ങളും നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ശരി, ബൈ.